ഹലോ, വെൽക്കം ബാക്ക് ടു ജെ4 ജേണി. ഞങ്ങൾ ഇന്ന് തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ചേലക്കോട്ടുകരയുള്ള ഡോക്ടർ പോൾ മെമ്മോറിയൽ സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് പല്ലൊക്കെ ചെക്ക് ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇത്തവണ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു പോസിറ്റീവ് വൈബും പ്ലസന്റ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ആ രീതിയിലാണ് അവർ ക്ലിനിക്കിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ക്ലിനിക്കിൽ പോയൊരു ഫീലിങ്സ് എല്ലാം കിട്ടാം. നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീലിങ്സ് അറ്റ്മോസ്ഫിയർ ആട്ടോ എനിക്കിവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ ഞങ്ങളത് എല്ലാവരുടെയും പല്ലൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം ക്ലീനിങ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഡോക്ടർ സർവീസ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇവർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഡോക്ടർ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരും. വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പല്ലൊക്കെ ഇതുപോലെ ക്ലിനിക്കിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പല്ലിൻ്റെ കംപ്ലയിൻസ് ഒക്കെ തുടക്കത്തിലേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അതിന് നമുക്ക് വേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ഫീ ആണ്. 200 250 300 ഒക്കെയാണ് ഇതൊന്നും ആവറേജ് ഒരു കൺസൾട്ടേഷൻ ഫീ വരുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കണ്ട് പല്ലൊക്കെ ചെക്ക് ചെയ്യാം. കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെ ക്ലീനിങ് കഴിഞ്ഞു. ഞങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ മറ്റു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കിവിടെ സർവീസ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇവരെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മളിനിപ്പോൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ മുനിസിപ്പലിലുള്ള അലങ്കാർ റെസ്റ്റോറൻറ്റിലാട്ടോ വന്നത്. ഞാനൊരു 1-2 കൊല്ലത്തിന് മുൻപാണ് അലങ്കാറിൽ വന്നിട്ടുള്ളത്. അന്ന് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഒരുപാട് വലിയ രീതിയിൽ അവർ റെസ്റ്റോറൻറ്റ് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡ്. പിന്നെ ബിരിയാണിയിൽ കുറച്ച് ഓയിൽ കൂടുതലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവർക്ക് ഫ്രീ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് പാർക്കിംഗ് കിട്ടും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ പള്ളിക്കുളം റോട്ടിലുള്ള കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ്. അവിടെ നിന്നാണ് മാളൂട്ടിയുടെ കമ്മലും എൻ്റെ പാദസരമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവർക്കും ഇതുപോലെ തന്നെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ജ്വല്ലറിയിലെത്തി. കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാറ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പാദസരവും കമ്മലൊക്കെ ശരിയാക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ അവരുടെ ബുട്ടിക് ജ്വല്ലറിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. പുതിയ ഒരുപാട് മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവർ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് ജ്വല്ലറി പോവുക, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവാന്നൊക്കെ പറയണത് തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവിടെയൊക്കെ പോയി വാങ്ങണമെന്ന് പോലും ഇല്ല, നമുക്ക് ജസ്റ്റ് പോവുക കാണാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ, എനിക്കിതൊക്കെ കാണാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ നമ്മൾ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ പാദസരവും കമ്മലൊക്കെ റെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് റിങ് നോക്കി. കുറേ നാളായിട്ടോ റിങ് മേടിച്ചിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും റിങ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ സൈസിൻ്റെ ഇഷ്യൂ എപ്പോഴും വരും. കാരണം എൻ്റെ കറക്റ്റ് സൈസിനുള്ളത് കിട്ടാറില്ല. അപ്പോൾ എപ്പോഴും ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് ഇവിടെ കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിങ് ആട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റിങ്ങൊക്കെ മേടിച്ചു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു ഷോപ്പാണ്. തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്തോളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അത് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്, പള്ളിക്കുളം റോട്ടിൽ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ്. അതുകൊണ്ട് ഇന്ന് ഇത്ര കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. വേറെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ അവസാനിപ്പിക്കുകയാണ്. വേറൊരു ദിവസം വീണ്ടും വരാമെന്ന് വിചാരിച്ചങ്ങനെ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ റംബൂട്ടാൻ ഇരിക്കുന്നത് കണ്ടു. മാൾട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടുകളിൽ ഒന്നാണ് റംബൂട്ടാൻ. അപ്പോൾ ഞങ്ങളത് വാങ്ങി. അപ്പോൾ ആ ഷോപ്പിലെ ആള് മാൾട്ടിക്ക് ഒരു റംബൂട്ടാനും അതുപോലെ തന്നെ ഒരു സീതപ്പഴവും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാൾട്ടി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ തൽക്കാലം ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.